നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിന്റെ സേ പരീക്ഷയാണ് നാളെ. ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മൾ ഏത് പരീക്ഷ ആയാലും, കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അധ്യാപകർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു, നമ്മളത് എവിടെങ്കിലുമൊക്കെ തൊട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷയത്തിന് മാർക്ക് കിട്ടത്തില്ല. ഇത് നെഗറ്റീവ് പറയുമല്ല, ഒരു വിഷയത്തിന് മാർക്ക് കിട്ടത്തില്ല. എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോലെ എങ്ങനെ മാർക്ക് കിട്ടും? നമ്മളിത് ജയിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്, അല്ലേ? ജയിച്ചിരിക്കണം എന്ന് വിചാരിച്ചാണ് പഠിക്കുന്നത്. അതായത് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ഒരിക്കലും മാർക്ക് കിട്ടില്ല. എന്തെങ്കിലും എഴുതി വെച്ചാലും മാർക്ക് കിട്ടത്തില്ല. നമ്മളിപ്പം ഉദാഹരണം ഗോസസ് തിയറം 3 ആപ്ലിക്കേഷൻ പഠിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ഗോസസ് തിയറം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? 3 ആപ്ലിക്കേഷനിൽ 2 ആപ്ലിക്കേഷനിൽ 1 ആപ്ലിക്കേഷൻ ആയിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. നമ്മൾ ഗോസസ് തിയറം എഴുതി വെച്ചു, മാർക്ക് കിട്ടുമോ? ഇല്ല. ഇത് കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയ ഒരുപാട് കുട്ടികളുണ്ട് കേരളത്തിൽ, മോശമായിട്ട് എഴുതിയ ഒരുപാട് കുട്ടികളുണ്ട്. അന്നേരം അതിന് ക്വസ്റ്റ്യൻ ഇട്ട അധ്യാപകരെയോ ക്വസ്റ്റ്യൻ പറയുന്ന അധ്യാപകരെയോ നിങ്ങളെ സഹായിക്കാൻ എത്തുന്നവരെയോ നമ്മൾ തെറി വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അന്നേരം ഫിസിക്സിൻ്റെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വട്ടം ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള, 100% എന്ന് പറഞ്ഞില്ലെങ്കിൽ 99% ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. നിങ്ങളത് ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് ഗോസസ് തിയറം. ആദ്യത്തെ ചാപ്റ്ററിനകത്താണ് കേട്ടോ. അതിൻ്റെ പ്രൂഫും അതിൻ്റെ 3 ആപ്ലിക്കേഷൻസും പഠിച്ചുകൊണ്ട് പോകണം. പടം വരച്ച് പഠിക്കണം, കാരണം നമുക്ക് ജയിച്ചേ പറ്റൂ, അല്ലേ? അടുത്തത് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററിനകത്തെ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിക്സോടെ പഠിച്ചോണം. ഈ 2 ഗോസ് തിയറത്തിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. ആപ്ലിക്കേഷൻസ് മറ്റേത് പഠിക്കണം. ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസത്തിന് ആപ്ലിക്കേഷൻസ് ഇല്ല. പിന്നെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, കോണ്ടൈസേഷൻ ഓഫ് ചാർജും അഡിറ്റിവിറ്റി ഓഫ് ചാർജും കൺസർവേഷൻ ഓഫ് ചാർജും ഒക്കെ വരുന്നത്. ഡൈലക്ട്രിക് പോളറൈസേഷൻ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളങ്ങ് വിട്ടുകളയും, അതൊക്കെ ചോദിക്കാം. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻസ് എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഓംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട എന്താണ് ഓംസ് ലോ, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, കണ്ടക്റ്റൻസ് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ യൂണിറ്റുകളെല്ലാം നോക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്, അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. 1/C = 1/C1 + 1/C2 + 1/C3, C = C1 + C2 + C3. ഇത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇക്വേഷൻ മാത്രം മതി, ഡെറിവേഷൻ വേണ്ട. ഇത് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ½ CV² ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇക്വേഷൻ മാത്രം, U = ½ CV². അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ വീൻസ്റ്റൺ ബ്രിഡ്ജ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വീൻസ്റ്റൺ ബ്രിഡ്ജ്. കിർച്ചോഫിന്റെ ലോസ് പഠിക്കണം, അതുപോലെ വീൻസ്റ്റൺ ബ്രിഡ്ജ് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ ബയോട്ട് സാവാർട്സ് ലോയുടെ ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറന്റ്. ആംബിയർ സർക്യൂട്ട് തിയറത്തിന്റെ 2 ആപ്ലിക്കേഷൻ, ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും പിന്നെ സോളിനോയിഡും. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്ററും. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ F = BQV sin θ. പക്ഷേ ഈ 4 ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും മക്കളെ. 30 മാർക്കാണ് ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്. വളരെ മാക്സിമം ഇത് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതിന്റെ എക്സാമ്പിൾസും പ്രോപ്പർട്ടീസും പഠിക്കുക. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, 6ാമത്തെ ചാപ്റ്ററാണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓൾട്ടർനേറ്റിംഗ് കറന്റിനകത്ത് LCR സർക്യൂട്ട്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്ന റിപ്പീറ്റ് ചെയ്തേക്കുന്ന എസ് ആണ് LCR സർക്യൂട്ട്. പിന്നെ AC ജനറേറ്റർ പ്രിൻസിപ്പിൾ വർക്കിംഗ്, ഇംപിഡൻസ്, പവർ ഫാക്ടർ. ഇംപിഡൻസ് പഠിക്കും, ഇംപിഡൻസ് ട്രയാങ്കിളും പഠിക്കണം, പവർ ഫാക്ടറും ഡെറിവേഷനും പഠിക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന്റെ പ്രോപ്പർട്ടീസ്, റയോപ്റ്റിക്സിനകത്തുനിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന്റെ യൂസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, മിറർ ഇക്വേഷൻ. അതുപോലെ തന്നെ ചെറിയ ടോപ്പിക്ക്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ,
മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് എ ലെൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പഠിച്ചുകൊള്ളുക. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, കൊഹറന്റ് സോഴ്സ്, പിന്നെ ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഇത് ശ്രദ്ധിച്ചേട്ടോണേ. ഹൈജീൻസ് പ്രിൻസിപ്പിൾ റിഫ്രാക്ഷൻ ഉപയോഗിച്ച്, സ്നെൽസ് ലോ, റിഫ്രാക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നതും റിഫ്ലക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നതും നന്നായിട്ട് പഠിക്കുക. വേവ് ഒപ്റ്റിക്സിനകത്തെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ടുള്ള ചാപ്റ്ററുകളെല്ലാം കഴിയുന്നു. പിന്നെ ഇലക്ട്രോൺ എമിഷൻ 4 രീതിയിലുണ്ട്. തെർമിയോണിക് എമിഷൻ, മറ്റേ ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, സെക്കൻഡറി എമിഷൻ. ആ എമിഷൻ പഠിച്ചുകൊണ്ട് പോവുക. ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ ലോസ്, അയൺ ലോസ് എന്നൊക്കെ പറഞ്ഞ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. പിന്നെ ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്, 3 പോസ്റ്റ്ലേറ്റ് പഠിക്കുക. റെക്ടിഫയർ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ചാപ്റ്ററിനകത്തെ ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ പടമൊക്കെ വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി, ഹാഫ് ലൈഫ് പീരീഡ്, ലെൻസ് മേക്കേഴ്സ് ഫോമുല ഞാൻ നേരത്തെ പറഞ്ഞാണ്. ലെൻസ് മേക്കേഴ്സ് ഫോമുല ഇത്രയും പഠിച്ചാൽ മിനിമം നിങ്ങൾക്ക് 36 കൂടുതൽ മാർക്ക് മേടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധാരണ രീതിയിലുള്ള അധ്യാപകർ ക്വസ്റ്റ്യൻ ഇട്ടാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകാൻ, നല്ല രീതിയിൽ എഴുതുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാം. അതിനകത്ത് ടെൻഷൻ അടിപ്പിക്കുന്നൊന്നും അല്ലടേ. നിങ്ങൾ കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെടാനുള്ള സമയത്ത് കഷ്ടപ്പെടണം. നാളെ എനിക്ക് കഷ്ടപ്പെടാം, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ കഷ്ടപ്പെടാം, എനിക്കിത് വേണ്ട എന്നൊക്കെ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ദോഷമാണ്. മാക്സിമം കഷ്ടപ്പെട്ടിട്ട് പോയി എഴുതുമ്പം ടഫാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വാല്യുവേഷൻ ലിബറലാക്കി തരും മൊത്തത്തിൽ. പക്ഷേ അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയാണെങ്കിൽ, വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തൊന്നും വാല്യുവേഷൻ ലിബറലാക്കത്തില്ല. അന്നേരം നിങ്ങളെ കൊണ്ട് കഷ്ടപ്പെടാമെന്ന് മാക്സിമം കഷ്ടപ്പെടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സൊന്ന് കണ്ട് നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ ഉറപ്പിച്ചാൽ, ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യമല്ലേ? നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ തോൽപ്പിക്കാൻ. എന്നിട്ട് നിങ്ങളെ തോൽപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറാകരുത്. അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.